അല്ല, കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ. അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട്. മെച്ചപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശശി തരൂർ എന്ത് സാഹചര്യത്തിൻ്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണം, കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സംരംഭമാണ് കേരളത്തിൽ 3 ലക്ഷം? അപ്പോൾ മിനിമം ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി ഒരു 2000 സംരംഭം വെച്ച് തുടങ്ങണം, വേണ്ടേ? ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ 2000 സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 500 സംരംഭം തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഈ നാട്ടുകാർ, ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും, പെട്ടിക്കട തുടങ്ങും, ചെറിയ തുണിക്കട തുടങ്ങും. അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത്. അപ്പോൾ 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും. ശശി തരൂർ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ.